വൻ യുദ്ധത്തിന്റെ നിഴലിൽ നിൽക്കെ ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. മേഖലയിലുടനീളം ഇസ്രയേൽ തുടരുന്ന സൈനികാക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിച്ചില്ലെങ്കിൽ രാജ്യം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ വ്യക്തമാക്കി. ഗാസയിലും ലെബനനിലും സിറിയയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണങ്ങൾ പശ്ചിമേഷ്യയുടെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കുന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ മേഖലയിൽ നിർണായകമാകുമെന്നതാണ് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നത്. ഗാസയിൽ തുടങ്ങി ഇപ്പോൾ ലെബനനിലേക്കും സിറിയയിലേക്കും വ്യാപിച്ചു കിടക്കുന്ന സൈനിക നടപടികൾ ഇസ്രായേലിന്റെ തന്നെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറുമെന്ന യാഥാർത്ഥ്യമാണ് സൗദി വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. ആക്രമണങ്ങൾ തുടരുന്നതിലൂടെ മേഖലയിലെ മറ്റു ശക്തികളെ കൂടി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ ഒരു വലിയ തകർച്ചയിലേക്ക് നയിക്കും. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരന്തരമായ അഭ്യർത്ഥനകളെയും മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്ന ബെന്യാമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയുള്ള ശക്തമായ നയതന്ത്ര നീക്കമായാണ് സൗദിയുടെ ഈ പ്രതികരണം വിലയിരുത്തപ്പെടുന്നത്. ഗാസയിൽ വൻതോതിലുള്ള നാശനഷ്ടങ്ങളും മാനുഷിക ദുരന്തങ്ങളും വിതച്ച ശേഷവും ഇസ്രയേൽ തങ്ങളുടെ സൈനിക നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലും ലെബനനിലും അവർ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. സിറിയയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള വ്യോമാക്രമണങ്ങളും ഇസ്രയേൽ തുടരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് കൂടുതൽ കർക്കശമാക്കിയത്. കേവലം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ഈ സംഘർഷം ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നതാണെന്ന് ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ പശ്ചിമേഷ്യ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പരക്കെ കരുതപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് കൂടുതൽ മൃദു സമീപനം പുലർത്തുന്ന നേതാവാണെങ്കിലും മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ അദ്ദേഹം സജീവമായി ഇടപെടണമെന്നാണ് സൗദി ആവശ്യപ്പെടുന്നത്. ഗാസയിലും വെസ്റ്റ് ബാങ്കിലും തുടരുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പ്രത്യാശ പ്രകടിപ്പിച്ചു. ട്രംപിന്റെ ഭരണകൂടത്തിന് നെതന്യാഹുവിന് മേൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം ചെറുതല്ല. വെസ്റ്റ് ബാങ്കിലെ സാഹചര്യം ദിനംപ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യത്തിന്റെ നിരന്തരമായ റെയ്ഡുകളും പലസ്തീൻ ജനതയ്ക്ക് നേരെയുള്ള അതിക്രമങ്ങളും അവിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ചോരപ്പുഴയും സാധാരണക്കാരുടെ മരണവും വെസ്റ്റ് ബാങ്കിനെ ഒരു വലിയ സ്ഫോടനാത്മക അന്തരീക്ഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൈനിക നടപടികൾ പൂർണ്ണമായും നിർത്തലാക്കാൻ അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് സൗദി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കുന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ യുദ്ധതന്ത്രങ്ങൾ. ലെബനനിലെ ഹിസ്ബുള്ളയെയും സിറിയയിലെ ഇറാൻ അനുകൂല കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ യഥാർത്ഥത്തിൽ ഇറാന്റെ നേരിട്ടുള്ള സൈനിക ഇടപെടലിന് വഴി തുറക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഒരു വശത്ത് ഇസ്രായേലും മറുവശത്ത് ഇറാനും അതിന്റെ സഖ്യശക്തികളും അണിനിരക്കുന്ന ഒരു വൻ യുദ്ധമുണ്ടായാൽ അത് നിയന്ത്രിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് കഴിയില്ലെന്ന് സൗദി വ്യക്തമാക്കുന്നു. ഇസ്രായേലിന്റെ ഈ പോക്ക് അവരുടെ തന്നെ നാശത്തിലേക്കായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ മുൻപ് സജീവമായിരുന്നു. എന്നാൽ പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെയും സ്വതന്ത്ര പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാകാതെയും ഇസ്രായേലുമായി യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് റിയാദ് ഇപ്പോൾ നൽകുന്നത്. നെതന്യാഹു സർക്കാരിന്റെ തീവ്ര വലതുപക്ഷ നിലപാടുകൾ മേഖലയിലെ സമാധാന ചർച്ചകളെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. ഇസ്രായേലിന്റെ ആക്രമണോത്സുക നയം തുടർന്നാൽ അറബ് ലോകത്ത് അവർ കൂടുതൽ ഒറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സാമ്പത്തിക വളർച്ചയെയും വികസനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ സാമ്പത്തിക ഘടന വൈവിധ്യവൽക്കരിക്കുന്നതിനുള്ള വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാദേശിക അസ്ഥിരത വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കേണ്ടത് സൗദിയുടെ വികസന സ്വപ്നങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന ഇസ്രായേലിന്റെ ചിന്താഗതി ബോഷ്കാണെന്ന് സൗദി കരുതുന്നു. പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ നിരന്തരം ഉന്നയിക്കാൻ സൗദി അറേബ്യ ശ്രദ്ധിക്കുന്നുണ്ട്. ഗാസയിലെ ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും തകർക്കപ്പെടുന്ന അവസ്ഥ ഇനിയും വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല.
ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള അന്താരാഷ്ട്ര നിയമലംഘനങ്ങൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധമിരമ്പുമ്പോഴും യുഎന്നിന്റെ പ്രമേയങ്ങളെ പോലും കാറ്റിൽ പറത്തുന്ന നിലപാടാണ് നെതന്യാഹു സ്വീകരിക്കുന്നത്. അമേരിക്കയുടെ പൂർണ്ണമായും പിന്തുണയുള്ളതാണ് ഇസ്രായേലിന് ഇത്രയും ധാർഷ്ട്യം നൽകുന്നത്. ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപിനുള്ള സൗദിയുടെ പ്രതീക്ഷ പ്രസക്തമാകുന്നത്. ട്രംപിന്റെ മുൻ ഭരണകാലത്ത് ഒപ്പുവെച്ച അബ്രഹാം ഉടമ്പടികൾ മിഡിൽ ഈസ്റ്റിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം അതിലും സങ്കീർണമാണ്. ട്രംപിന് ഇസ്രായേലിനോട് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാനും യുദ്ധം അവസാനിപ്പിക്കാൻ അവരെ നിർബന്ധിതരാക്കാനും കഴിയുമെന്നാണ് സൗദി വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. ട്രംപ് ഈ വിഷയത്തിൽ നിഷ്ക്രിയനായിരുന്നാൽ അത് മേഖലയെ കൂടുതൽ അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കും. അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയെ ഒപ്പം നിർത്തി ഇസ്രായേലിന് മേൽ ആഗോളതലത്തിൽ നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കാനാണ് സൗദി അറേബ്യയുടെ നീക്കം. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നതിനൊപ്പം തന്നെ മേഖലയിലെ സമാധാനത്തിന് സന്നദ്ധതയുള്ള രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാനും സൗദി ശ്രമിക്കുന്നു. എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ ഏകപക്ഷീയമായ സൈനിക നയങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഫൈസൽ രാജകുമാരൻ അടിവരയിട്ട് പറയുന്നു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയവും പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന കടുത്ത വാശിയിലാണ്. തങ്ങളെ ആക്രമിക്കുന്ന ആരെയും വെറുതെ വിടില്ലെന്ന നിലപാടാണ് അവർക്കുള്ളത്. എന്നാൽ ഈ വാശി ഇസ്രായേലിനെ ഒരു വലിയ ചതുപ്പു നിലത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ചെയ്യുന്നത്. ഹമാസിനെയോ ഹിസ്ബുള്ളയെയോ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് സൈനികമായി അസാധ്യമാണെന്ന് മിഡിൽ ഈസ്റ്റ് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ആക്രമണങ്ങൾ കൂടുന്തോറും ഇസ്രായേലിനെതിരെയുള്ള ജനരോഷം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സിറിയയിലും ലെബനനിലും നടക്കുന്ന ആക്രമണങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഈ യുദ്ധത്തിന്റെ വ്യാപ്തിയിലേക്കാണ്. മറ്റൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെ മാനിക്കാതെ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ വൻ ശക്തിയായ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ശക്തമായ മുന്നറിയിപ്പ് ഇസ്രായേലിന് എളുപ്പത്തിൽ തള്ളിക്കളയാനായില്ല. യുദ്ധം നിർത്താൻ ഇസ്രായേൽ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നയതന്ത്രപരമായും അല്ലാതെയും കടുത്ത തീരുമാനങ്ങൾ സൗദിയുടെ ഭാഗത്തു നിന്നുണ്ടാകാം. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ചോരപ്പുഴ ഒഴുക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇസ്രായേലിന്റെ നയങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സമാധാനത്തിനായുള്ള അവസാന ശ്രമമെന്ന നിലയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനായി സൗദി കാത്തിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായ അമേരിക്കയ്ക്ക് മാത്രമേ ഇസ്രായേലിന്റെ ഈ കടന്നാക്രമണങ്ങൾക്ക് തടയിടാൻ സാധിക്കൂ. ട്രംപ് ഭരണകൂടം ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങളെ ആശ്രയിച്ചിരിക്കും മിഡിൽ ഈസ്റ്റിന്റെ വരും കാല ഭാവി. ഇസ്രായേൽ തങ്ങളുടെ സൈനിക ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മറ്റൊരു മഹാവിപത്തിലേക്ക് നീങ്ങുമെന്ന കൃത്യമായ സൂചനയാണ് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ നൽകിയിരിക്കുന്നത്. നെതന്യാഹുവിന്റെ ധാർഷ്ട്യത്തിന് പകരമായി രാജ്യം വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് വളരെ ഗൗരവമേറിയതാണ്. അന്താരാഷ്ട്ര സമൂഹവും പ്രത്യേകിച്ച് അമേരിക്കയും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിൽ കനത്ത യുദ്ധ സാഹചര്യങ്ങൾക്കാവും ലോകം സാക്ഷ്യം വഹിക്കുക.